നെക്സ്റ്റ് ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് ടു എ ന്യൂ പാർട്ട്ണർ. ചിലപ്പോൾ പുതിയൊരു പാർട്ട്ണറെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വരുന്ന പാർട്ട്ണർക്ക് നമ്മൾ ഉറപ്പ് നൽകും, അല്ലെങ്കിൽ ഗ്യാരണ്ടി നൽകും. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഓരോ പാർട്ട്നേഴ്സിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഗ്യാരണ്ടി കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഈ ഒരു അഷ്യൂറൻസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി എല്ലാ പഴയ പാർട്ട്നേഴ്സും ചേർന്നിട്ടായിരിക്കും നൽകുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മാത്രമായിരിക്കും ആ ഒരു ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടാവുക. എഗ്രിമെന്റിൽ പറയും, ഇപ്പോൾ ഗ്യാരണ്ടി ചെയ്യുമ്പോൾ സപ്പോസ് നമ്മളിപ്പോ 40,000 റുപ്പീസ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് തരാ പറഞ്ഞിട്ട് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യണം. പക്ഷെ ആ വർഷം നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ ആ ഒരു പാർട്ട്ണർക്ക് 30,000 റുപ്പീസ് മാത്രമാണ് ആസ് പെർ ഷെയർ വരുന്നുണ്ടാവുക. ബാക്കിയുള്ള 10,000 റുപ്പീസ് ആ പുതിയ പാർട്ട്ണർക്ക് കൊടുക്കണം. ആര് കൊടുക്കണം? ഒന്നില്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും കൂടി ചേർന്നിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആരാണോ ഗ്യാരണ്ടി ചെയ്തത്, ഏത് പാർട്ട്ണർ ആണോ ഗ്യാരണ്ടി ചെയ്തത് ആ പാർട്ട്ണർ ആ എമൗണ്ട് കൊടുക്കണം. നെക്സ്റ്റ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3 പാർട്ട്നേഴ്സ് ഉണ്ട് ഒരു ഫേമില്, മധുലിക, രക്ഷിത ആൻഡ് കനിഷ്ക. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2:3:1 ആണ്. അപ്പോൾ ആ വർഷം അവർക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ പ്രോഫിറ്റ് 1,20,000 റുപ്പീസ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതില് കനിഷ്കയ്ക്ക് മാത്രം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് എഗ്രി ചെയ്തിട്ടുണ്ട്. എത്ര രൂപ? 25,000 റുപ്പീസ് എഗ്രി ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ പ്രോഫിറ്റ്, അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം കനിഷ്കയ്ക്ക് എത്ര രൂപയാണ് കിട്ടുക? 1,20,000 1/6 എന്ന് പറയുന്നത് 20,000 ആണ് ആക്ച്വൽ ഷെയറിംഗ് റേഷ്യോ പ്രകാരം പോവുകയാണെന്നുണ്ടെങ്കിൽ കനിഷ്കയ്ക്ക് കിട്ടേണ്ടത്. പക്ഷെ കനിഷ്കയ്ക്ക് ഓൾറെഡി ബാക്കി പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. എത്ര രൂപ? 25,000 റുപ്പീസ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി ഈ 5,000 റുപ്പീസ് ബാക്കി 2 പാർട്ട്നേഴ്സ്, അതായത് മധുലികയും രക്ഷിതയും കൂടി ബിയർ ചെയ്തിട്ട് ആ 5,000 റുപ്പീസ് കനിഷ്കയ്ക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? അവര് തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണോ, അവര് തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണോ ആ റേഷ്യോന്റെ ബേസിസിൽ വേണം ഈ 5,000 വീതിച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇതിപ്പോ ആരാണ് ബിയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും പറയാത്തത് കൊണ്ടാണ് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ഗ്യാരണ്ടീഡ് പാർട്ട്ണർക്ക് ആ ഡെഫിഷ്യൻസി ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആണ് ആ ഗ്യാരണ്ടി കൊടുക്കാന്ന് ഉറപ്പ് പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർ മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ള പാർട്ട്നേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ ഡെഫിഷ്യൻസി, ആ ഒരു ഡെഫിഷ്യൻസി വന്നിട്ട് ഏത് റേഷ്യോയിലാണ് നമ്മൾ ഷെയർ ചെയ്യുക? 2:3. അതായത് മധുലികയും രക്ഷിതയും തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് 2:3. അപ്പൊ ആ ഡെഫിഷ്യൻസിയും അവർ 2:3 എന്നുള്ള രീതിക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഗ്യാരണ്ടീഡ് എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഗ്യാരണ്ടിക്ക് മുന്നേ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ഈ 3 പേർക്കും എത്ര പ്രോഫിറ്റ് ആണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മധുലികയ്ക്ക് 1,20,000 2/6 എത്ര വരും? 40,000 വരും. അതേപോലെ രക്ഷിതയ്ക്ക് 1,20,000 3/6 അത് എത്രയാണ്? 60,000 വരും. അതേപോലെ കനിഷ്കയ്ക്കാണെന്നുണ്ടെങ്കിൽ 1,20,000 1/6 പറയുന്നത് 20,000 ആണ് അല്ലെ. രക്ഷിതയ്ക്ക് കനിഷ്കയ്ക്ക് വന്നിട്ട് 5,000 നമ്മൾ കൂടുതൽ അഡീഷണൽ കൊടുക്കണം. അത് ഈ മധുലികയും രക്ഷിതയും കൂടിയിട്ട് 2:3 എന്നുള്ള റേഷ്യോയിൽ വേണം കൊടുക്കാനായിട്ട്. ഇപ്പൊ 2:3 റേഷ്യോ പറയുമ്പോൾ മധുലിക എത്ര രൂപ കൊടുക്കണം? 2,000 കൊടുക്കണം. രക്ഷിത എത്ര രൂപ കൊടുക്കണം? 3,000 കൊടുക്കണം. അപ്പൊ അങ്ങനെ ആ എമൗണ്ട് കൊടുത്താൽ ബാക്കി അവരുടെ ഫൈനൽ ഷെയർ, പ്രോഫിറ്റ് ഷെയർ എത്ര രൂപയാവും? 40,000 2,000 ആർക്ക് കൊടുക്കണം? കനിഷ്കയ്ക്ക് കൊടുക്കണം. അപ്പൊ മധുലികയുടെ ഫൈനൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് പറയുന്നത് 38,000 ആവും. രക്ഷിതയ്ക്ക് 60,000 ആണ് വരേണ്ടത്. പക്ഷെ 3,000 റുപ്പീസ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിന്റെ ഷെയർ എന്നുള്ള രീതിക്ക് കനിഷ്കയ്ക്ക് കൊടുക്കണം. അപ്പൊ ബാക്കി അവരുടെ ഫൈനൽ ഷെയർ എത്രയാണ്? 57,000 റുപ്പീസ് ആണ്. കനിഷ്കയ്ക്ക് ഗ്യാരണ്ടി ചെയ്ത പോലെ 25,000 റുപ്പീസ് തന്നെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇത്
പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം നോക്കുമ്പോൾ 20,000 ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിനെക്കാളും കുറവായത് കാരണമാണ് ഈ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി വന്നിട്ട് ബാക്കി പാർട്ട്നേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ആവശ്യം വന്നത്. ഇൻ കേസ് ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം നോക്കുകയാണ് 25,000 മേലെയാണ് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ കനിഷ്കയുടെ ഷെയർ വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ബെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, കുറവാണെങ്കിൽ മാത്രമാണ് ആ എമൗണ്ട് ബാക്കി പാർട്ട്നേഴ്സ് ബെയർ ചെയ്യേണ്ടത്. അതല്ലാന്ന് ഏതെങ്കിലും ഒരു പാർട്ട്ണറാണ് ബെയർ ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ മാത്രം ആ എമൗണ്ട് ബെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോ നമുക്ക് ഇന്നിപ്പോ നോക്കാം, രക്ഷിത മാത്രമാണ് ബെയർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഡെഫിഷ്യൻസി എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പുതിയ പാർട്ട്ണറുടെ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആരാണ് ഗ്യാരണ്ടി ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നാൽ ബെയർ ചെയ്യാന്ന് പറഞ്ഞത് രക്ഷിത മാത്രമാണ് ബെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേഷൻ വരുന്നുള്ളത് നോക്കാം. ഗ്യാരണ്ടിക്ക് മുന്നേ എന്തായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഷെയർ വന്നിട്ട് മധുലിക്ക് 40,000, രക്ഷിതയ്ക്ക് 60,000, കനിഷ്കയ്ക്ക് 20,000 അല്ലെ. ഷെയർ ഇൻ ഡെഫിഷ്യൻസി 5,000 റുപ്പീസിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അത് ആര് കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്? രക്ഷിത കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രക്ഷിതയിൽ നിന്ന് ആ 5,000 റുപ്പീസ് ലെസ് ചെയ്തിട്ട് ബാക്കി രക്ഷിതയുടെ ഫൈനൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര രൂപയാവും? 55,000 ആവും. മധുലികയ്ക്ക് യാതൊരു ചേഞ്ചസും ഇല്ല, മധുലിക ഗ്യാരണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ മധുലികയ്ക്ക് അവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പൊ അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര തന്നെ ആയിരിക്കും? 40,000 ആയിരിക്കും. കനിഷ്കയുടെ പിന്നെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ആയ 25,000 തന്നെ ആയിരിക്കും ഫൈനൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് വരുന്നുണ്ടാവുക. ചിലപ്പോഴൊക്കെ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കി പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് വിതരണം ചെയ്ത ശേഷം ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ സമ്മറി സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിൽ ചില ഒമിഷൻസ് അല്ലെങ്കിൽ എറേഴ്സ് കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഈ ഒമിഷൻസ് എന്തൊക്കെ കൊണ്ടാവാം? ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോണ്, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇവയൊക്കെ രേഖപ്പെടുത്താത്തതോ അല്ലെങ്കിൽ വിട്ടുപോയതോ എന്തെങ്കിലും കാരണം കൊണ്ട് ആവാം. അതല്ലാതെ ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡില് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങില് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കും. അതായത് മുൻകാലത്തേക്ക് ബാധകമാക്കുന്ന വിധത്തിൽ ചില ചേഞ്ചസ് ഡീഡിൽ എങ്ങാനും വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത്തരം ഒമിഷൻസ് അല്ലെങ്കിൽ കമ്മീഷൻ ഉണ്ടാകുമ്പോൾ അവയുടെ ഇമ്പാക്റ്റ് ശരിയായ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യണം. പഴയ അക്കൗണ്ട്സ് മാറ്റാതെ വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? പഴയ അക്കൗണ്ട്സ് ഓൾറെഡി ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ അക്കൗണ്ട്സ് മാറ്റാതെ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് രണ്ട് വിധത്തിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വഴി, അല്ലെങ്കിൽ നേരിട്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഫോർ ഒമിഷൻ ഓർ എറേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് കൊണ്ട് പറയുന്നത്. ഇത് എന്തൊക്കെ കൊണ്ട് ആവാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ വരുന്ന ഇൻട്രസ്റ്റ്, കമ്മീഷൻ ഓർ കോമൺ ഒമിഷൻസ് എന്തൊക്കെയായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് വിട്ടു പോകുന്നുണ്ടാവുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കമ്മീഷൻ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി അത് മുൻകാല പ്രാവീണ്യത്തോടു കൂടി അപ്ലിക്കബിൾ ആണ് എന്നുള്ള രീതിയിൽ വല്ല ചേഞ്ചസും വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് ഈ പറഞ്ഞ പോലെ ഒമിഷൻസും എറേഴ്സും ഒക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ എപ്പോഴായിരിക്കും ചിലപ്പോൾ കണ്ടെത്തുന്നുണ്ടാവുക? ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷമായിരിക്കും ഇതൊക്കെ കണ്ടെത്തുന്നുണ്ടാവുക. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട്സ് എല്ലാം ഫൈനലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ഒമിഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യും? അതിനാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഏതിൽ നമ്മൾ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഏതിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യും? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ചെക്ക് ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ എന്താ പറയുന്നത്? Nusrat Sonu and Himesh are partners sharing profit and losses in the ratio of 5:3:2. The partnership deed provides for charging interest on drawings at the rate of 10% per annum. The drawings of Nusrat Sonu and Himesh during the year ending March 31st, 2015 amounted to rupees 20,000, rupees 15,000 and rupees 10,000 respectively.
After the final accounts has been prepared, it was discovered that interest on drawings has not been taken into consideration. Give necessary adjustments, adjusting journal entries. ഇതില് നുസ്രത്ത്, സോനു ആൻഡ് ഹിമേഷ് വന്നിട്ട് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? 5:3:2 ആയിട്ടാണ് വരുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡില് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% ചാർജ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ചാർജ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അവരുടെ ഡ്രോയിങ്സ് ഒക്കെ എത്രയാണ്? നുസ്രത്തിന് 20,000, സോനുവിന് 15,000, ഹിമേഷിന് 10,000 ആണ് അവരുടെ ഡ്രോയിങ്സ് വരുന്നത്. അപ്പോൾ ഈ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തു? അവര് ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ഇനി ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് സൊല്യൂഷനിൽ കാണിക്കുന്നത്. ഇനി statement showing net effect of omitting interest on drawings. ഇതില് amount which should have been debited by way of interest on drawings. Interest on drawings വന്നിട്ട് ഓരോ പാർട്ട്നേഴ്സിന്റെയും അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. നുസ്രത്ത് വന്നിട്ട് 20,000 ആണ് വിഡ്രോ ചെയ്തത്. അപ്പൊ അതിന്റെ 10% ഇൻട്രസ്റ്റ് പറയുമ്പോൾ 2,000 വരും. സോനു വിഡ്രോ ചെയ്തത് 15,000, അതിന്റെ 10% 1,500. ഹിമേഷ് വിഡ്രോ ചെയ്തത് 10,000 റുപ്പീസ്. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് ആയ 10% പറയുമ്പോൾ 1,000 റുപ്പീസ്. ടോട്ടൽ എത്രയാണ് വരുന്നത്? മൂന്നും കൂടിയിട്ട് 4,500 റുപ്പീസ് വന്നു. അപ്പൊ അത്രയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ amount that should have been credited by way of share of profit ഈ 4,500നെ ഷെയർ പ്രോഫിറ്റ്, ഈ 4,500 വന്നിട്ട് ഫേമിന് വന്ന എമൗണ്ട് ആണ് അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നിട്ട് പാർട്ട്നേഴ്സിന് കളക്ട് ചെയ്ത ആ ഒരു എമൗണ്ടിന്റെ, ഈ എമൗണ്ടിനെ നമ്മൾ പ്രോഫിറ്റിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ ഈ ഒരു 4,500 ഇനി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ്? 5:3:2 5:3:2 എന്നുള്ള റേഷ്യോയില് ഈ 4,500നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നുസ്രത്തിന് 2,250 റുപ്പീസ് കൊടുക്കണം. ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട്സ് ആണ് പറയുന്നത്. സോനുവിന് 1,350 റുപ്പീസ് കൊടുക്കണം. ഹിമേഷിന് 900 റുപ്പീസും കൊടുക്കണം. ഓക്കെ. ഇപ്പൊ ഡെബിറ്റ് ചെയ്തത് നുസ്രത്തിന്റെ കേസിൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്? 2,000 റുപ്പീസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് വന്നിട്ട്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു? 2,250 ഡെബിറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ ബാക്കി എത്രയാണ് അതിന്റെ ഡിഫറൻസ് എമൗണ്ട്? 250 റുപ്പീസ് നമ്മൾ നുസ്രത്തിന് കൊടുക്കാനുണ്ട്. ഓക്കെ, ഷോർട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ എമൗണ്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ട്. ഇനി സോനുവിന്റെ കേസിനാണെന്നുണ്ടെന്നുണ്ടെങ്കിലോ 1,500 റുപ്പീസ് ഡെബിറ്റ് ചെയ്യാണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ എത്ര രൂപയാണ് ഉള്ളത്? 1,350 റുപ്പീസ് ആണ് ഉള്ളത്. അപ്പോൾ അത് അവർക്ക് 150 റുപ്പീസ് നമ്മൾ എക്സസ് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സോനുവിന്റെ കേസിൽ. ഇനി ഹിമേഷിന്റെ കേസിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലോ ഹിമേഷിന് 1,000 റുപ്പീസ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യാണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ എത്ര രൂപയുള്ളൂ? 900 ഉള്ളൂ. അപ്പൊ ഹിമേഷിനും 100 റുപ്പീസ് എക്സസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സോനുവും ഹിമേഷും കൂടിയിട്ട് നുസ്രത്തിന് ഈ അവർക്ക് കിട്ടിയ ആ എക്സസ് എമൗണ്ട് നുസ്രത്തിന് കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരിക? സോനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്, ഹിമേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു നുസ്രത്ത് എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഓക്കെ.